ഹലോ, ശംഖുപുഷ്പം നമ്മൾ ഗ്ലിസറേറ്റ് ഉണ്ടാക്കാനായിട്ട് ഗ്ലിസറിനിൽ ഇട്ട് വെച്ചായിരുന്നല്ലോ. അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൽ മൈക്രോ ഓർഗാനിസംസ് ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രഷ് ഫ്ലവറാണ് ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഗ്ലിസറേറ്റിൽ പക്ഷേ ഞാൻ ഉണ്ടാക്കി വെച്ചപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഒരു ചെറിയൊരു ഫംഗൽ ഗ്രോത്ത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണം നമുക്ക് ലാബ് ടെസ്റ്റൊന്നുമില്ല ഇത് കറക്റ്റാണോ അല്ലയോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ചെറുതായിട്ട് കണ്ടാൽ പിന്നെ നമുക്കത് ഒരു വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതെന്തായാലും ഞാൻ എൻ്റെ ഫോമുലേഷനിൽ ഞാനത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് നോക്കാൻ പറ്റുന്നത്, കാരണം ഇതിൽ ഒത്തിരി വാട്ടർ കണ്ടൻറ്റ് ഒത്തിരി ഉള്ളത് കൊണ്ട് പോസിബിലിറ്റി എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അടുത്തത് ഇത് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് ആ ഫ്ലവർ ചോപ്പ് ചെയ്തിടാം. അപ്പോൾ 20% ഡ്രൈയും 80% നമുക്ക് ഗ്ലിസറിനുമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സെയിം തന്നെ പ്രപ്പനിഡോളിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു 5% മാക്സിമം 5% ഫ്രഷ് ഫ്ലവറും ബാക്കി 95% ഗ്ലിസറിനും ചെയ്ത് നോക്കാം. ഫ്രഷ് ഫ്ലവറിലാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഗ്ലിസറേറ്റ് ഉണ്ടാക്കാം. കാരണം ഇതിൽ ഈ കേടാവുന്ന ഒരു ടെൻഡൻസി അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഗ്ലിസറിൻ, വാട്ടർ, എന്നിട്ട് ഈ ഫ്രഷ് ഫ്ലവർ ഇട്ടിട്ടും ചെയ്യാം. അങ്ങനെയും ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഡ്രൈ ഫ്ലവർ ഇട്ടിട്ടായാലും ചെയ്ത് നോക്കാം. അപ്പോൾ പല ടെസ്റ്റുകൾ നടത്തിയിട്ട് ഏതാണ് പ്രോപ്പറായിട്ട് വരണേന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അലോവേര ഒറിജിനൽ ജ്യൂസിൽ നിന്ന് നമ്മൾ എടുത്ത് ഇപ്പോൾ ജെല്ലുണ്ടാക്കാനായിട്ട് ഓൾമോസ്റ്റ് അതിൻ്റെ പല പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റ്സ് മോർ ദാൻ 1 ഇയർ എടുത്തു എന്നുള്ളതാണ്. അതുപോലെ ഇതും ഒത്തിരി നല്ലൊരു സാധനമാണെന്ന് എല്ലാവരും പറഞ്ഞ് ഉപയോഗിച്ചവരൊക്കെ, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് വേണ്ട രീതിയിൽ എടുക്കാനുള്ള ഒരു രീതി നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവൂ. അപ്പോൾ പതുക്കെ ഓരോ നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഹെർബൽ ടീ വെച്ച് ചെയ്യാം. കാരണം ഞാനത് ചെയ്തിട്ട് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും ഒരു പ്രശ്നമില്ലാതെ ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ സ്മെല്ലോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് ജെല്ലും ഉണ്ടാക്കാം, അതുപോലെ തന്നെ ക്രീമും ഉണ്ടാക്കാം. ഇതാവുമ്പോൾ പിന്നെ എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസറിൻ മറ്റേ ഓയിലി സ്കിന്നുകാർക്ക് പറ്റില്ലല്ലോ. അത് അവർക്ക് പ്രപ്പനിഡോളിൽ തന്നെ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് വളരെ ചെറിയ പെർസെൻറ്റേജ്, അതായത് 1% ഒക്കെ ഗ്ലിസറേറ്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യണം. ഗ്ലിസറിനിലുള്ള ഇതിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല.